മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുകയാണ്. അതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. പിശാച് ബാധയുള്ള ഒരു മകളെ സുഖപ്പെടുത്തുന്ന സുവിശേഷ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. യേശു എന്തുകൊണ്ട് ആ അമ്മയുടെ അഭ്യർത്ഥനയോട് മുഖം തിരിച്ചു? എന്തുകൊണ്ട് മൗനം പാലിച്ചു? എന്തുകൊണ്ട് മോശമായ ഭാഷകളിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ അടിക്കാനുള്ള ഒരു വടിയായി ഈ സുവിശേഷ ഭാഗത്തെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പണ്ഡിതൻ യൂട്യൂബ് ചാനലിലൂടെ വ്യാഖ്യാനിക്കുന്നത് കാണുവാൻ ഇടയായി. എന്നാൽ ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായും മനസ്സിലാക്കുക എന്നുള്ളത് മനുഷ്യബുദ്ധിക്ക് അതീതമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിന് കൂടുതലായ വിശ്വാസ വളർച്ച ആവശ്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു, കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല, മറിച്ച് എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കേണ്ടതില്ല എന്നാണോ? അതുപോലെ തന്നെ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ ശ്രവിക്കുകയില്ല. നിങ്ങൾ കരമുയർത്തുമ്പോൾ ഞാൻ മുഖം പൊത്തും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ ചെവി അടച്ചു കളയും. അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കേണ്ടതില്ല എന്നാണോ? ഇതിനൊക്കെയുള്ള വിശദീകരണം വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് തരുന്നു. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യനേക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യനേക്കാൾ ശക്തവുമാണ്. പ്രിയപ്പെട്ടവരെ, കൂടുതൽ വിശ്വാസ വളർച്ച ഉണ്ടാകുകയും അതനുസരിച്ച് ബൈബിൾ വായിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ബൈബിളിലെ വചനങ്ങൾ ഗ്രഹിക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ദൈവത്തിൻ്റെ വചനം കേവലമായ ഒരു അത്ഭുതമായി, ഒരു സത്യമായി ഇന്നത്തെ സുവിശേഷത്തിൽ 2000 വർഷങ്ങൾക്കപ്പുറത്ത് നടന്ന ഒരു സംഭവമായി നിലനിൽക്കാതെ ഇന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് സൗഖ്യം ലഭിക്കേണ്ടത് എന്ന് നമ്മൾ തീർച്ചയായും ചിന്തിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഏതാനും സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നെടുങ്കണ്ടത്ത് നിന്നും രോഗികളുമായി പോയ ആംബുലൻസ് ഏറ്റുമാരിൽ വെച്ച് മറിയുകയും അതിൽ സഞ്ചരിച്ചിരുന്ന വ്യക്തികളിൽ ഒരാളായ നേഴ്സ് ജിതിൻ ജോർജ് നാലേക്കാനം ഇടവാംഗം ദാരുണമായി മരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ 2 വർഷം മുമ്പ് നെടുങ്കണ്ടത്തും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയ രോഗി പൊൻകുന്നത്തി എന്നപ്പോൾ മരിക്കുവാനിടയായി. കഴിഞ്ഞ ആഴ്ചയിൽ പള്ളിക്കാനം ചെമ്പോപ്പാറയിൽ ബിജു എന്നൊരാൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്ന് മരിക്കുവാനിടയായി. ഈ മരണശൃംഖലയുടെ ആരംഭം എവിടെയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? 55 വർഷം മുമ്പ് ഞാൻ കണ്ട ദൗർഭാഗ്യകരമായ ഒരു കാഴ്ചയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി എതിരെ ഒരു കിടക്കപ്പായിൽ പൊതിഞ്ഞു കെട്ടിയ ഒരു മൃതദേഹം ഒരു കമ്പിൽ കെട്ടിത്തൂക്കി 2 പേരെ തോളയിൽ വെച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. എന്താണ്, ആരാണ് എന്ന് ചോദിച്ചപ്പോൾ വാഹനാപകടത്തിൽ മരിച്ചുപോയ ഒരു വ്യക്തിയുടെ മൃതദേഹമാണെന്നും യഥാസമയം ചികിത്സ കിട്ടിയില്ലെന്നും അറിയാനിടയായി. ഇപ്പോൾ നമ്മുടെ രൂപതയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വൈദികൻ്റെ സഹോദരൻ്റെ മൃതദേഹമായിരുന്നു അത് എന്ന് ഞാൻ ഇപ്പോഴും കൃത്യമായി ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, പിശാച് ബാധയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം. ഇന്ന് പിശാച്, സാത്താൻ, യക്ഷി, ചെകുത്താൻ ഇങ്ങനെയൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന പ്രതിഭാസം എന്താണ്? മാർപ്പാപ്പമാരിപ്പോൾ ഈ ഭൂതോച്ചാടനം അല്ലെങ്കിൽ ബാധ ഒഴിപ്പിക്കൽ നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ആ പ്രാർത്ഥന അധികം ചൊല്ലാറില്ല. എന്നാൽ നമ്മുടെ ചില ധ്യാന കേന്ദ്രങ്ങളിൽ ഡെലിവറൻസ് മിനിസ്ട്രി എന്ന പേരിൽ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അത് ഭൂതോച്ചാടനമാണ്. അത് മാർപ്പാപ്പ അറിഞ്ഞാൽ അങ്ങനെയുള്ള ധ്യാന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ സാധ്യതയുണ്ട്. ഇന്ന് പൊതുവെയുള്ള കാഴ്ചപ്പാട് പിശാചുക്കളെ പിടിക്കേണ്ടതില്ല, അതുങ്ങളെ വഴിക്ക് വിട്ടേക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ പിശാചുക്കളുടെ ശല്യവും കുറവുണ്ട്. നമ്മുടെ ഇടുക്കി കോതമംഗലം രൂപതയിൽ പ്രശസ്തരായ 2 പിശാച് പിടുത്തക്കാരുണ്ടായിരുന്നു, വൈദികർ. അവർക്ക് 2 പേർക്കും ചില പൈശാചിക പ്രതിസന്ധികൾ അവരുടെ അവസാന കാലത്ത് ഉണ്ടായതായി ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു. അതുകൊണ്ട് പിശാചുക്കളെ പിടിക്കേണ്ട, പിശാചുക്കളെ ബഹിഷ്കരിക്കേണ്ട, പിശാചുക്കളെക്കുറിച്ച് അന്വേഷിക്കേണ്ട, പിശാചുക്കളെക്കുറിച്ച് ചിന്തിക്കേണ്ട. അവരുടെ
അതുങ്ങളെ അവരുടെ വഴിക്ക് വിട്ടേക്കൂ, എവിടെയെങ്കിലും പോയി ജീവിച്ചോളും. നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കുക, പ്രകാശത്തിൽ വിശ്വസിക്കുക. നമ്മൾ അന്ധകാരത്തിൻ്റെ ശക്തികൾ കടിമപ്പെടാതെ പ്രകാശത്തിൻ്റെ ശക്തികളിൽ ആശ്രയിച്ച് ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവിധ രോഗങ്ങളുടെയും സാധ്യതയിലാണ് ജീവിക്കുന്നത്. ക്യാൻസർ, ഹൃദ്രോഗം, സ്ട്രോക്ക്, അതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങളും മറ്റ് സാംക്രമിക രോഗങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് ഡോക്ടർമാരുടെയും പണ്ഡിതന്മാരുടെയും നിർദ്ദേശങ്ങളൊക്കെ അനുസരിക്കുക. പരിസ്ഥിതി ശരിയായ രീതിയിൽ സംരക്ഷിക്കുക. വേസ്റ്റ് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുക. സമീകൃത ആഹാരം കഴിക്കുക. പുകവലിക്കാതിരിക്കുക. മദ്യപിക്കാതിരിക്കുക. അങ്ങനെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന പ്രിവെൻറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്താൽ ഒരു പരിധിവരെയെങ്കിലും നമ്മുടെ മരണനിരക്കും രോഗനിരക്കും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രോഗം വരുമ്പോൾ ഡോക്ടർ പറയുന്നത് അനുസരിക്കുക. ഇന്ന് പല ആൾക്കാരും ഡോക്ടറെ പഠിപ്പിക്കാനായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. കാരണം ഡോക്ടർമാർ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കുവാനുള്ള കഴിവുകേടാണ് ഇതിന് കാരണം. കേരളത്തിലെ ഒരു ഡോക്ടറെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള കഴിവ് പോലും നമ്മുടെ കേരളത്തിലെ നല്ല ഒരു മാധ്യമപ്രവർത്തകന് പോലും ഇല്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ഡോക്ടറെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഡയഗ്നോസിസ് ചെയ്താൽ രോഗങ്ങളൊക്കെ മാറുമോ എന്ന് അദ്ദേഹം ചോദിക്കാനിടയായി. ഡോക്ടർ മര്യാദക്കാരനായതുകൊണ്ട് ഡയഗ്നോസിസ് ചെയ്താലല്ല, മറിച്ച് ചികിത്സിച്ചാലാണ് രോഗം മാറുന്നതെന്ന് ശാന്തമായി മറുപടി പറയുന്നത് കേട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വൈദ്യശാസ്ത്രത്തോട് സഹകരിക്കാം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് രോഗം വരാതെ നോക്കുന്നത്. ആരോഗ്യത്തോടെ ഇരിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. ആമേൻ.